ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് സൺഡേ ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് ഒരു ഞായറാഴ്ച ദിവസം എങ്ങനെയാണ് കടന്നു പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. രാവിലെ ഇത് മുറ്റത്തെ വ്യൂ ആണ്. അപ്പോൾ രാവിലെയൊക്കെ എഴുന്നേറ്റു അമ്മ അപ്പോൾ കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അനിയത്തി വന്നിരുന്നു. അവളും അമ്മയും കൂടെ പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ ആ സമയം ഞാനും ചേട്ടനും കൂടെ ചായ കുടിക്കുകയാണ്. ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശനിയാഴ്ച രാത്രി വന്നിരുന്നത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച രാവിലത്തേക്ക് പോയാൽ മതി. അപ്പോൾ ഞാൻ കട്ടൻ കപ്പയും മീൻകറിയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ശേഷം പിന്നെ വെള്ളരിക്കക്കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ വെള്ളരിക്കയും സവോളയും പച്ചമുളകും ഒക്കെ വേകാൻ വേണ്ടി അടുപ്പത്ത് ഒരു മൺചട്ടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തു. പിന്നെ അതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരകുകയാണ്. തേങ്ങ ചിരകിയതിന് ശേഷം പച്ചമുളകും സവോളയും ജീരകവും ഒക്കെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ കറിയിലേക്ക് ഞാൻ അരപ്പൊക്കെ ചേർത്തു. പിന്നെ വറവിടാമെന്ന് കരുതി. അപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ കറിയിലേക്ക് ചേർത്തിടുകയാണ്. അപ്പോൾ ഇങ്ങനെ കറി വെന്ത് കിട്ടിയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മ പയറുമെഴുക്കുവരട്ടിയും മീൻകറിയൊക്കെ വെച്ചിട്ടാണ് പോയത്. പിന്നെ ഞാൻ ഈ കറി വെക്കാമെന്ന് കരുതി. അങ്ങനെ കറിയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് തോട്. അപ്പോൾ ഉണക്ക സമയമാകുമ്പോഴത്തേനും മിക്ക വീടുകളിലെയും കിണറൊക്കെ വറ്റുമ്പോൾ ഞങ്ങളെല്ലാവരും തോട്ടിലാണ് കുളിക്കാനും തുണി അലക്കാനും ഒക്കെ വന്നത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഞായറാഴ്ച ഇരുന്നപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടി തോട്ടിൽ കുറച്ച് തുണികളൊക്കെ അലക്കാനായിട്ട് വന്നു. അതിൽ കാഴ്ചയാണ് ഇത്. ഉണക്ക സമയമാകുമ്പോഴത്തേനും തോട്ടിലെ വെള്ളമെല്ലാം വറ്റും. മഴക്കാലം ആകുമ്പോൾ ഇതിനെക്കാട്ടിലും നിറയും. ഇതാണ് കാണുന്നത്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നാണ് കുളിക്കാറുള്ളത്. അത് കൂട്ടം കൂടി വന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കളിച്ച് ഒരു സമയമാകും വീട്ടിലേക്കൊക്കെ എത്താൻ തന്നെ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അതാ നിൽക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏവലെന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഇവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. ഇവൻ്റെ നൃത്ത ചുവടുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തി കഥള കെട്ടിയ മലയാളി പെൺ. ഉച്ച സമയം ഞങ്ങൾ ഊണ് കഴിച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് 4:30 ആയി. ഇപ്പോൾ ചായ കുടിക്കാറുള്ള സമയമായി. കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു, അത് വെച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ബാറ്ററൊക്കെ റെഡിയാക്കി. അതായത് മൈദയും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനാവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പഴം കട്ട് ചെയ്തേക്കുന്ന ഈ ഷേപ്പിലാണ്. പലരും നല്ല വൃത്തിയിലുള്ള ഷേപ്പിലാണ് എടുക്കാറുള്ളത്. ഞാൻ എന്തോ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എണ്ണ ചൂടാക്കിയപ്പോഴത്തേനും പഴംപൊരി ഉള്ള പഴമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പഴംപൊരി. പിന്നെ ഞാൻ ചായ ഇട്ടു. എന്നിട്ട് ഞാൻ റിൻഡയ്ക്കും ചേട്ടനും കൊടുക്കാനുള്ള തിടുക്കത്തിലാണ്. അങ്ങനെ ഞാനും ചായ കൂടിയും പഴംപൊരിയും ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ വൈകിട്ടത്തേക്കുള്ള വീഡിയോ എടുക്കണമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് മഴക്കാറൊക്കെ വന്നത്. പിന്നെ മഴ ഇടിയൊക്കെ കാരണം പിന്നെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.